മാർക്കറ്റുകളിലെ മോഷണം, മുന്നിൽ സ്ത്രീകൾ, ഒപ്പത്തിനൊപ്പം കൗമാരക്കാർ. സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും സാധനങ്ങൾ മോഷ്ടിക്കപ്പെടുന്നത് നിത്യസംഭവമാണ്. CCTVയും സുരക്ഷാ ജീവനക്കാരും എല്ലാം ഉണ്ടെങ്കിലും ഇത് നിർബാധം തുടരുന്നു. ഉള്ളിയും തക്കാളിയും മാങ്ങയും ആപ്പിളും അടക്കം കയ്യിൽ കിട്ടുന്ന എന്തും മോഷ്ടിക്കാൻ തുനിഞ്ഞിറങ്ങുന്നവർ ഏറെയുണ്ട്. പല സൂപ്പർ മാർക്കറ്റുകളിലും പിടിക്കപ്പെടുന്നവരുടെ കണക്കെടുക്കുമ്പോൾ കൂടുതലും സ്ത്രീകളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. കയ്യിൽ കരുതുന്ന ഹാൻഡ് ബാഗിലേക്ക് പൂഴ്ത്തിവെച്ചാണ് അധിക മോഷണവും. സൂപ്പർ മാർക്കറ്റിൽ പ്രവേശിക്കുമ്പോൾ ഹാൻഡ് ബാഗ് പുറത്തു വയ്ക്കാൻ സുരക്ഷാ ജീവനക്കാർ നിർദ്ദേശിക്കുമെങ്കിലും ഇത്തരക്കാർ സമ്മതിക്കില്ല. വിലപിടിപ്പുള്ള പലതുമുണ്ടെന്ന് പറഞ്ഞ് കയ്യിൽ തന്നെ കരുതും. മാനുഷിക പരിഗണന വെച്ച് അവർ സമ്മതിക്കുകയും ചെയ്യും. എന്നാൽ കൂടുതൽ മോണിറ്ററൈസ് ചെയ്താൽ എന്താ ഞങ്ങളെ വിശ്വാസമില്ലേ എന്നതായിരിക്കും ചോദ്യം. എന്നാൽ ഇതേ ആളുകൾ ബാഗിലേക്ക് പലതും അടർത്തി മാറ്റുന്നത് CCTVകളിൽ കാണാനും കഴിഞ്ഞേക്കും. സ്ത്രീകളും കൗമാരക്കാരായ വിദ്യാർത്ഥിനികളുമൊക്കെ കോസ്മെറ്റിക്, സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ മോഷ്ടിക്കുന്ന രീതിയാണ് രസകരം. ഐറ്റം എടുത്ത് അതിൻ്റെ ബോക്സ് തിരിച്ച് സ്റ്റാൻഡിൽ തന്നെ വെക്കും. ഓരോ വാരാന്ത്യത്തിലും മാസാന്ത്യത്തിലുമെല്ലാം കണക്കെടുക്കുമ്പോഴാവും സെയിൽസ് ടീം അറിയുക. വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ മാത്രമല്ല, ചെറിയ കടകളിലും ഇത് പതിവാണ്. ഒരാൾ മാത്രം ജോലി ചെയ്യുന്ന ചെറിയ പലചരക്കു കടകളിൽ പോലും ഇത്തരത്തിലുള്ള മോഷണങ്ങൾ നടന്നുവരുന്നു. സൂപ്പർ മാർക്കറ്റുകളിൽ മോഷണം നടത്തുന്നവരിൽ അധികവും സമ്പന്നരോ അതിസമ്പന്നരോ ആയ കുടുംബങ്ങളിൽപ്പെട്ടവരാണ് എന്നതാണ് രസകരം. പഴയ കാലത്തൊക്കെ പട്ടിണി മാറ്റാനായിരുന്നു മോഷണങ്ങൾ എന്ന് പറയാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആഡംബരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരം മോഷണങ്ങൾ നടന്നുവരുന്നത്. CCTVയിൽ പിടികൂടി ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും അയാൾ വലിയ ഏതെങ്കിലും സമ്പന്ന കുടുംബത്തിലെ അംഗമാണെന്നറിയുന്നത്. പിന്നീട് വലിയ തുക പിഴ അടക്കി പ്രശ്നം പരിഹരിക്കാറാണ് പതിവ്. സമൂഹത്തിൽ നേരിടുന്ന അപമാനമോർത്ത് പോലീസ് കേസിന് പോവാതെ വലിയ തുക ഒടുക്കി പ്രശ്നങ്ങൾ പരിഹരിക്കാറാണ്. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം.